കഠിനമായ പാപമായി അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നിട്ടുള്ള മരണത്തിലേക്കുള്ള സ്വയം എടുത്തുചാടൽ, ആത്മഹത്യ, അത് ചെയ്തവന് നരകത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ആരെങ്കിലും തന്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ, ബിഹദീദത്തിൻ, ഇരുമ്പ് കൊണ്ട് ആരെങ്കിലും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും തന്റെ ജീവൻ കളഞ്ഞാൽ, ഫഹദീദതുഹു ഫീ യദിഹി, ആ നരകത്തിയിലും അവന്റെ കയ്യിൽ ആ ഇരുമ്പുണ്ട്. നരകത്തിയിലാണ് അവൻ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ആ നരകത്തിയിലും അവന്റെ കയ്യിൽ ഇരുമ്പുണ്ട്. യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി, അവനതാ അവന്റെ വയറ്റിൽ ഇങ്ങനെ ഈ ഇരുമ്പിന്റെ ആയുധം കൊണ്ടിങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. നരകത്തിൽ അവന് കൊടുക്കുന്ന ശിക്ഷയാണ്, നരകത്തിൽ അവന് നൽകപ്പെടുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞത്. കത്തികൊണ്ട്, അതല്ലെങ്കിൽ ആയുധം കൊണ്ട്, ഇരുമ്പിന്റെ ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ജീവൻ കളഞ്ഞവൻ നരകത്തിയിലും അതേ രൂപത്തിൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ, ശാശ്വതമായി അവൻ അതന്നെ ശിക്ഷ, നരകം തന്നെ ഒരു ശിക്ഷയാണ്. അതിന്റെ പുറമെ എങ്ങനെയാണോ അവൻ ജീവൻ കളഞ്ഞത് അതേ രീതിയിൽ അവൻ ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചിടണോ എങ്കിൽ നരകത്തിയിൽ നരകശിക്ഷയ്ക്ക് പുറമെ അവൻ സ്വയം ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷ. അതാണ് ആത്മഹത്യ ചെയ്തവന് നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ രീതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും സുമ്മ കഴിച്ചാൽ, വിഷം ആരെങ്കിലും കുടിച്ചുകൊണ്ടവൻ മരണപ്പെട്ടാൽ, എന്നിട്ടവൻ ഫഖതല നഫ്സഹു, അവനെ സ്വയം കൊന്നുകളഞ്ഞു. വിഷം കുടിച്ച ഒരാൾ മരിച്ചാൽ, വിഷം കുടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ, ജഹന്നമെന്ന തീയിൽ വെച്ചവൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. ജഹന്നമിൽ തന്നെയാണ് അവനുള്ള ശാശ്വതമായ വാസം. അതിന്റെ പുറമേ അവൻ ഇങ്ങനെ വിഷം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷയാണ് അവന് ലഭിക്കുന്നത്. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും ഒരു ഉയരത്തിൽ നിന്ന്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടാണ് ജീവൻ കളഞ്ഞതെങ്കിൽ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ, ജഹന്നമിന്റെ തീയിൽ അവൻ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയാണ്. ഉയരമുള്ള പ്രദേശത്ത് നിന്നവൻ തീമലയിൽ നിന്ന് തീയിലേക്ക് തന്നെ ചാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ ദിനേന സ്ഥിരമായി അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നരകാഗ്നിയിൽ വെച്ച് വിവിധ രൂപത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അതേ ആത്മഹത്യ ചെയ്ത മനുഷ്യന് ശിക്ഷിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണോ അവൻ മരിച്ചതെങ്കിൽ അങ്ങനെ തന്നെ. തൂങ്ങിച്ചെന്നവനാണെങ്കിൽ അവൻ തൂങ്ങി ശ്വാസം മുട്ടിച്ചു തന്നെ ജീവിക്കുകയാണ്. അതേ മരണം അവിടെ ഇല്ലല്ലോ. ആ നിലക്കുള്ള വളരെ കഠിനമായ ശിക്ഷയാണ് അവൻ അവിടെ വെച്ച് ലഭിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിനധികമൊന്നും താമസമല്ല. ഒരു സെക്കൻഡ് നേരത്തെ മനസ്സിന്റെ താളം തെറ്റലാണ് പലരും ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നത്. വളരെ മുൻകൂട്ടി പ്ലാൻഡായ ആത്മഹത്യകളൊക്കെ കുറവാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് കാലയെ കൂട്ടി നടക്കുന്നവരൊക്കെ ചില മാനസിക രോഗികളൊക്കെ ഉണ്ടാവും. ഇതൊന്നല്ല, ചില പ്രത്യേക ഘട്ടങ്ങൾ വരുമ്പോ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് ശൈത്താൻ ഒരൊറ്റ സെക്കൻഡ് തോന്നിപ്പിച്ച് ചെയ്യിപ്പിക്കുക. അതോടുകൂടി അവന്റെ ദുന്യാവും പോയി, ശാശ്വതമായി അവന് ആഖിറവും നഷ്ടപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും അള്ളാഹുവിനോട് സബാത്തുൽ ഖൽബിന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുന്നത് ഈ ഇസ്തിഖാമത്തിനും സബാത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
കടക്കണിയിൽ പെട്ടുപോകുമ്പോ, അപമാനത്തിന് ഇരയാകുമ്പോ, വൈവിധ്യമാർന്ന മറ്റുള്ള കേസുകളിലും പ്രശ്നങ്ങളിലും പെട്ടുഴലുമ്പോ മനുഷ്യൻ വിചാരിക്കുകയാണ് ഇവിടെ ഒടുങ്ങിയാ എല്ലാം നന്നായി. പക്ഷെ ഇവിടെ ഒടുങ്ങുന്നതോടുകൂടി ഒടുങ്ങുന്നില്ല, വലിയ രൂപത്തിലുള്ള ശിക്ഷയിലേക്ക് അവൻ എടുത്തു ചാടുകയാണ്. അതാണ് എരുതിയിൽ നിന്ന് വറവ് ചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാ പോകുന്നത്. ഒരിക്കലും അവന് മോചനമുണ്ടാവുകയില്ല. അത് സമൂഹത്തെ പഠിപ്പിക്കണം. എന്തു വന്നാലും ജീവൻ കളയാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. ജീവിതത്തിലുള്ള കരുത്തിന് വേണ്ടി ദുആ ചെയ്യണം. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല മരണമല്ല അത്, സൂൽ ഖാത്തിമത്താണത്, മോശപ്പെട്ട മരണമാണത്, ചീത്തയായ പര്യവസാനം, അന്ത്യമാണത്. മാത്രമല്ല കഠോരമായ ശിക്ഷ വേറെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടില്ല. അതേ അവസരത്തിൽ സഹാബിമാരോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാഫിറല്ല, അതുകൊണ്ട് നിസ്കരിക്കണം. അല്ലാഹു സ്വീകരിച്ചാലായി, ഇല്ലെങ്കിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ ഗുരുതരമാണ് ആത്മഹത്യ എന്ന് പറയുന്ന പാതകം. അവർക്ക് നരകത്തിയിൽ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയുടെ രീതി ഇപ്രകാരമാകുന്നു.